പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള വെണ്ടക്ക കറിയാണ്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക, 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ വെണ്ടക്ക കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. 1/4 കിലോ വെണ്ടക്ക കട്ട് ചെയ്തതാണ്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടാണ് കടുക് തരാൻ പോയത്. അത് കാരണം എണ്ണ കുറച്ച് ചൂടധികമായി. അപ്പോൾ ഉലുവയും ജീരകം ചെറുതായിട്ടൊന്ന് മൂപ്പധികമായിട്ടുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ചേർത്താലും കുഴപ്പമില്ല, ഇപ്പോൾ ചേർത്താലും കുഴപ്പമില്ല. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. അപ്പം അതൊക്കെ കുറേ നേരം വഴറ്റേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, കുറച്ച് നേരം വഴറ്റിയാൽ മതി. അപ്പോൾ അതൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 തക്കാളി ചേർത്തിട്ടുണ്ട്. 2 തക്കാളി കട്ട് ചെയ്തത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഈ കറിക്ക് ചെറുതായിട്ടൊരു സാമ്പാറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് പച്ചമുളക് ചേർക്കണം കേട്ടോ, പച്ചമുളക് ചേർക്കാൻ ഞാൻ മറന്നതാണ്. അപ്പോൾ സാധനങ്ങൾ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ലായിരുന്നു, പെട്ടെന്ന് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുട്ടിയാണെങ്കിൽ ഇപ്പുറത്ത് കയറി നിന്നിട്ട് ഓരോന്ന് വലിച്ചിടുകയാണ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിൽ ഞാൻ പച്ചമുളക് ഇടാൻ മറന്നുപോയി. അപ്പോൾ ഈ മസാലകളൊക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് നേരം ഒന്ന് വഴറ്റിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെണ്ടയ്ക്കയിൽ അധികം പുളി വേണ്ടല്ലോ, പുളി പെട്ടെന്ന് അധികമാവും. നമ്മൾ മീൻ കറിയിൽ ഇടുന്ന അത്രയും പുളി വേണ്ട, മീൻ കറിക്ക് എടുക്കുന്നതിനും കുറച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 2 കപ്പ് വെള്ളത്തിൽ ഞാൻ ആ പുളി കുതിർത്ത് വെച്ചിട്ട് പുളി നന്നായിട്ട് പിഴിഞ്ഞ് പാർന്നതാണ് കേട്ടോ. 2 കപ്പ് വെള്ളം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം കുറേ കറി ഉണ്ടാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സാക്കിയ ശേഷം ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. പക്ഷേ കായപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റും മണവും ഉണ്ടാവും. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിക്കാം. അത് 5-6 മിനിറ്റ് തിളച്ച് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റുള്ള കറി റെഡി ആയി കഴിഞ്ഞു. അത് കുറച്ച് നേരം ഇരുന്നാൽ കറി ഒന്നും കൂടെ കുറുക്കം വരും കേട്ടോ.